ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തേജസ് ന്യൂസ് ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് തയ്യാറാക്കുന്ന മണ്ഡല കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച്. കേരളത്തിന്റെ നെല്ലറ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം ഉള്ളത്. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണത്തിലും ഇടതുമുന്നണിക്കാണ് ഭൂരിപക്ഷം എന്ന ആശ്വാസവും മുന്നണിക്കുണ്ട്. തുടർച്ചയായി 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP രാജേഷ് MP തന്നെയാണ് ഇക്കുറി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. VK ശ്രീകണ്ഠനെയാണ് രാജേഷിനെതിരെ UDF ഗോദയിൽ ഇറക്കിയിട്ടുള്ളത്. NDA C കൃഷ്ണൻകുമാറിനെയും രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് വൻ തകർച്ച നേരിട്ട 2009 പോലും പാലക്കാട് ഇടതിനെ നെഞ്ചിലേറ്റിയിരുന്നു. 1820 വോട്ടുകൾക്കായിരുന്നു അന്ന് രാജേഷ് സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചത്. 2014 MP വീരേന്ദ്രകുമാറിനെ 1,05,300 വോട്ടുകൾക്ക് അടിയറവ് പറയിച്ചതും രാജേഷ് ആണ്. SDPIക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. ഇക്കുറി സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസീധരൻ പള്ളിക്കലാണ് പാലക്കാട് മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥി. AKGയെയും നായനാരെയും വിജയിപ്പിച്ച മണ്ഡലമായ പാലക്കാട്ട് ഏതു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വിജയിക്കുമെന്നാണ് ഇടതുപക്ഷം അഹങ്കരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ഇത്തവണ മത്സരത്തെ സ്വാധീനിക്കുമോ എന്ന് ചെറുതായെങ്കിലും ഇടതുപക്ഷം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിനാലാണ് ഉറച്ച മണ്ഡലമായിട്ടും MP എന്ന നിലയിൽ മണ്ഡലത്തിലും ലോക്സഭയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജേഷിനെ തന്നെ മത്സരത്തിനിറക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ രാജേഷ് ഏറ്റവും കൂടുതൽ MP ഫണ്ട് ചെലവഴിച്ചവരിൽ ഒരാളാണ്. പാർലമെന്റിലെ MPമാരുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ മുകളിലാണ് രാജേഷ് നിൽക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം ആരംഭിച്ചിരുന്നു. പിന്നീടാണ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ രംഗത്തെത്തിയത്. ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ നടന്ന ജയ്ഹോ യാത്രയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണം ശ്രീകണ്ഠനെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോക്സഭാ സീറ്റ് മുന്നിൽ കണ്ടു തന്നെയാണ് ശ്രീകണ്ഠൻ ജയ്ഹോ യാത്രയുമായി രംഗത്തിറങ്ങിയത്. എന്നാൽ കോൺഗ്രസിന്റെ യുവമുഖങ്ങളിലൊന്നായ ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നടക്കാതെ പോയവരുടെ നിരാശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വേട്ടയാടുമെന്ന് കരുതുന്നവരും ഉണ്ട്. ശബരിമല വിഷയം പോലുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുന്നത്. ഹിന്ദുത്വർക്ക് സ്വാധീനമുള്ള പാലക്കാട് നഗരസഭ അടക്കമുള്ള മികച്ച വോട്ട് നേടാനായാൽ പാലക്കാടിന്റെ ചരിത്രം മാറ്റിയെഴുതാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. BJPക്ക് വോട്ട് നൽകുന്നതിലൂടെ രാജേഷിന് വിജയിക്കാൻ അവസരം നൽകുകയാണെന്നും അതിനാൽ ഇത്തവണ കൈപ്പത്തിക്ക് വോട്ട് നൽകണമെന്നുമാണ് കോൺഗ്രസ് പ്രചാരണം. എന്നാൽ ലോക്സഭയിലേക്കാണ് മത്സരമെന്നതിനാൽ BJP അണികൾ എത്രമാത്രം സഹകരിക്കുമെന്ന് വ്യക്തമല്ല. പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJPക്ക് മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുണ്ടെങ്കിലും മോദി ഭരണത്തിന്റെ പരാജയം അണികളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തുണ്ടായ വെള്ളപ്പൊക്കത്തിലടക്കം കേന്ദ്രം കേരളത്തോട് കാണിച്ച ചിറ്റമ്മ നയമ അടക്കമുള്ളവ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് BJP ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 1,36,587 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ വോട്ടെങ്കിലും നിലനിർത്താനുള്ള കഠിന യത്നത്തിലാണ് BJP.